ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അതിന് ദിവസം പോലും കാത്തു നിൽക്കാതെ കൃത്യമായ നടപടിയെടുത്തു. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഈ പറയുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ ആ ആരോപണങ്ങൾക്ക് പാർട്ടി ഇനിയും നടപടിയെടുക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത്. അത് അക്കാര്യത്തിൽ മുഖം നോക്കാതെ ദാക്ഷിണ്യമില്ലാതെ നടപടി എടുക്കുമെന്ന് പറയുകയും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ചെയ്തു. ഇന്നിപ്പോ ഒരു ഓഡിയോ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിലാണ് ഈ പറയുന്ന വാചകങ്ങളൊക്കെ ഉള്ളത്. കൊല്ലണമെങ്കിൽ എനിക്ക് സെക്കൻഡുകൾ പോരെ എന്നൊക്കെ ചോദിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞിട്ടും രാഹുൽ മാങ്കുട്ടത്തെ ന്യായീകരിക്കാൻ കോൺഗ്രസ്സുകാർക്ക് തോന്നുന്നുണ്ടോ? നോക്കൂ, ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്, ഒരു പൊതുപ്രവർത്തകന് ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില സ്വഭാവവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആരോപണം ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ പുറത്തു വരികയുണ്ടായി. അക്കാര്യത്തിൽ ഞങ്ങളതിന് ഇവിടെ അരുൺകുമാർ പറഞ്ഞ പോലെ സാങ്കേതികത്വമൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ പുറത്തു വന്ന യുവനടിയാണെങ്കിലും മറ്റ് മാധ്യമപ്രവർത്തക അങ്ങനെ ഞാൻ പേരൊന്നും പറയുന്നില്ല, അവരൊക്കെ പറഞ്ഞത് ഒരാൾ പോലും പേര് പോലും പറയാതെയാണ്. എന്നാൽ നമുക്കതിൻ്റെ വിശദീകരണങ്ങളിലൂടെ ഏതാണ്ട് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് അവിടെ വന്നിട്ടുള്ളത്. അവിടെ ഞങ്ങൾ ചെയ്തത് എന്താണ്? ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പൊതുപ്രവർത്തകരുടെ ഭാഗത്ത് കേൾക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അത് തന്നെയാണ് പാർട്ടി നിലപാടെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പേര് പറയാതെ ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു FIR വേണമെന്നോ ഒരു പരാതി വേണമെന്നോ അല്ലെങ്കിൽ രേഖാമൂലമുള്ള ഒരു കടലാസ് വേണമെന്നോ എന്നും ഞങ്ങൾ നിഷ്കർഷിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തു നിൽക്കാതെ ഒരു പൊതുപ്രവർത്തകൻ മാതൃകാപരമായി എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ നിർദ്ദേശം നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് അദ്ദേഹം സ്വമേധയാ തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്ത് അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 24 മണിക്കൂർ വേണ്ടി വന്നു. ഒരു പകൽ മുഴുവൻ വേണ്ടി വന്നു. രാവിലെ മണിക്കൂർ വേണ്ടി വന്നോ എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി ആളെ മനസ്സിലാവുന്ന വിധത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരാതി പറഞ്ഞതിന് ശേഷമുള്ള 24 മണിക്കൂറാണ്. നോക്കൂ, കഴിഞ്ഞ 3-4 വർഷമായി എത്ര പരാതി കോൺഗ്രസിന്റെ താഴെ തട്ട് മുതൽ AICC വരെ കണ്ടിട്ടുണ്ടാവാം. നേതാക്കളുടെ മുമ്പിൽ എത്ര ആളുകളുടെ മുമ്പിൽ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടാവാം. അപ്പൊ ഇത്രയും കാലം ഒരാൾ പരസ്യമായി വന്ന് പറഞ്ഞു ഇനി രക്ഷയില്ല എന്ന ഘട്ടം കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ നടപടിയെടുത്തു എന്നുള്ളതേ ഉള്ളൂ. അഭിലാഷേ, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അതിന് ദിവസം പോലും കാത്തു നിൽക്കാതെ കൃത്യമായ നടപടിയെടുത്ു. ഏത് പാർട്ടിയാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ 2 പാർട്ടിയുടെ പാനൽ ലിസ്റ്റുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ 2 പാർട്ടിക്കാർക്കും ഇപ്പോൾ ഞങ്ങളെ കൈ ചൂണ്ടുമ്പോൾ അവിടെ ബാക്കി 3 പേരെല്ലാം അവരുടെ സ്വന്തം ശരീരത്തിലേക്ക് അവരുടെ പാർട്ടിയിലേക്കാണ് കടന്നു വരുന്നത്. ഞങ്ങൾ പറയും, മറ്റ് പാർട്ടിക്കാർ എന്തോ ചെയ്യട്ടെ, മറ്റ് പാർട്ടിക്കാർ ഏത് തരത്തിൽ ന്യായീകരിക്കട്ടെ, ഞങ്ങൾ അക്കാര്യത്തിൽ ന്യായീകരിക്കാനില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഈ പറയുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ ആ ആരോപണങ്ങൾക്ക് പാർട്ടി ഇനിയും നടപടിയെടുക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത്. അത് അക്കാര്യത്തിൽ മുഖം നോക്കാതെ ദാക്ഷിണ്യമില്ലാതെ നടപടി എടുക്കുമെന്ന് പറയുകയും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ചെയ്തു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നുള്ള രാജി ആദ്യത്തെ സ്റ്റെപ്പാണ്. കോൺഗ്രസ് ഒരു വേറിട്ട പാർട്ടിയാണെന്ന് ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ കൃത്യമായി അടുത്ത നടപടി ഉണ്ടാവും എന്നുള്ളതാണല്ലോ. അടുത്ത നടപടി എന്നുള്ളത് MLA സ്ഥാനത്ത് നിന്നുള്ള രാജിയാണ്. കാരണം പാർട്ടിക്ക് വേണ്ടാത്ത ഒരാളെ എങ്ങനെയാണ് ജനങ്ങളുടെ MLA ആയി എങ്ങനെ ഈ അവസരത്തിൽ തുടരാൻ കഴിയുമെന്നുള്ളത് പ്രശ്നമാണല്ലോ. അപ്പോ ഏത് കാലയളവിനുള്ളിൽ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് വരെയാണോ? ഇതാണ് നമുക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനൊരു മിനിറ്റ് പറഞ്ഞോട്ടെ. കാരണം ഒത്രയേറെ കാര്യങ്ങൾ CPM-ന്റെ പ്രതിനിധി ഇവിടെ പറയുകയുണ്ടായി. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, അദ്ദേഹം പറയുന്ന ഒരു വിശാലമായ കാഴ്ചപ്പാട് ഞങ്ങൾ അംഗീകരിക്കുന്നു, എല്ലാവരും അംഗീകരിക്കേണ്ട കാര്യമാണ്. പക്ഷേ താങ്കളുടെ പാർട്ടിയിൽ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? P. ശശി എന്ന് പറയുന്ന നേതാവിനെതിരായി താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ തന്നെ നിരന്തരമായ ആരോപണങ്ങളും പാർട്ടി അത് കണ്ടെത്തുകയും ചെയ്തിട്ട് എന്തായിരുന്നു അദ്ദേഹത്തിനോട് നിങ്ങൾ കാണിച്ച നിലപാട്? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാക്കി നിങ്ങൾ മാറ്റി. ഇനി നിങ്ങളുടെ ഒരു ഷൊർണൂർ MLA ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിനെതിരെ DYFIയുടെ പ്രവർത്തകയല്ലേ പരാതി നൽകിയത്? ആ പരാതി അന്വേഷിക്കാൻ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇപ്പം താങ്കൾ പറഞ്ഞല്ലോ സ്വമേധയാ കേസെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ വനിതാ കമ്മീഷനിലുണ്ടെന്ന്. അന്ന് നിങ്ങളുടെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണായ മരണപ്പെട്ടു പോയ സഖാവ് ജോസഫിൻ എന്താ പറഞ്ഞത്? ഇതൊന്നും ഇങ്ങനെ അന്വേഷിക്കേണ്ട കാര്യമല്ല, ഇത്തരം കാര്യങ്ങൾക്ക് പാർട്ടിയുടെ കോടതിയുണ്ട്, പാർട്ടിയുടെ പോലീസുണ്ട്, പാർട്ടിയുടെ ജഡ്ജുണ്ട്. ഇതല്ലേ പറഞ്ഞത്? ഞങ്ങളങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞ പാർട്ടിയാണ് നിങ്ങൾ. പിന്നെ
ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ, കഴിഞ്ഞ നിങ്ങളുടെ കൊല്ലത്തെ പാർലമെന്റ് സ്ഥാനാർത്ഥി ആരായിരുന്നു? അദ്ദേഹത്തിന് പേരിലുള്ള ആരോപണങ്ങൾ എന്തായിരുന്നു? അദ്ദേഹത്തിന് പേരിലുള്ള FIR എന്തായിരുന്നു? അദ്ദേഹത്തിന് പോലീസിൽ ജാമ്യം തേടി അദ്ദേഹത്തിന് മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായില്ലേ? അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് എടുക്കുന്ന നിലപാട്, അപ്പോൾ ഇതേ പാർട്ടി സെക്രട്ടറി ഇപ്പോൾ പറയുന്ന അതേ പാർട്ടി സെക്രട്ടറി അതേ നേരത്തെ പറഞ്ഞത് എന്താ? കോടതി കണ്ടെത്തട്ടെ, കോടതി കണ്ടെത്തി അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയെങ്കിൽ ആക്കോട്ടെ എന്ന്. അവിടെ ഇപ്പോൾ BJPയുടെ പ്രതിനിധി ഇവിടെ ഇരിക്കുന്നുണ്ട്. BJPയുടെ യെദ്യൂരപ്പ മുൻ മുഖ്യമന്ത്രിയാണ് കർണാടകത്തിലെ. ആ മുൻ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള കേസ് എന്താ? പോക്സോ കേസ്. ആ കേസിൽ അദ്ദേഹത്തിന് കൊടുത്ത നടപടി എന്താ? അദ്ദേഹത്തിന് ഞങ്ങളുടെ AICCയുടെ വർക്കിംഗ് കമ്മിറ്റി പോലെ ഏറ്റവും പ്രധാനപ്പെട്ട BJPയുടെ പാർലമെൻറ്റ് ബോർഡ് അംഗമാക്കി മാറ്റുക ചെയ്തത്. പിന്നെ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് യാദവ് ആരായിരുന്നു? നിങ്ങളുടെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒളിമ്പിക് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാണ്. ആരായിരുന്നു പരാതി നൽകിയത്? ഞങ്ങളുടെ പാർട്ടിക്കാരായിരുന്നു. അവിടെ ഈ ലോകത്തില് അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിന് വരെ പോകേണ്ട ആളുകൾ, സ്പോർട്സ് താരങ്ങൾ പരാതിയായി മുന്നോട്ട് വന്നല്ലോ. എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? വിശാലമായി ചർച്ചയായതാണ് ഒന്നാമത്തെ വിഷയം. രണ്ട്, ഇപ്പോ ഇത് പരസ്പരം താരതമ്യം ചെയ്യാവുന്ന കേസുകളാണോ എന്ന പ്രശ്നമുണ്ട്. ലൈംഗിക വിഷയത്തിൽ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് വിഷയമെങ്കിൽ ഇത് അതിനേക്കാൾ മാനങ്ങളുള്ള ഒരു സംഭവമാണ്. ഇതൊരു ഒരുപാട് മാനങ്ങളുള്ള സംഭവം എന്ന് പറയാൻ കാരണം നോക്കൂ, ഇപ്പോൾ നിങ്ങളുടെ എറണാകുളം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ചർച്ചകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ ജില്ലാ സെക്രട്ടറി ആഷിഖ് കാരോട്ട് ഓഡിയോ അയക്കുകയാണ്. എനിക്കറിയാവുന്ന 2 KSU പ്രവർത്തകർക്ക് രാഹുൽ മെസ്സേജ് അയച്ചു ഇതുപോലെ, അതുകൊണ്ട് അവർ രണ്ടുപേരും പാർട്ടി പ്രവർത്തനമേ നിർത്തിപ്പോയി എന്ന്. അപ്പോൾ മറ്റൊരാൾ ജില്ലാ വൈസ് പ്രസിഡന്റ് ചെറിയാൻ ജോർജ് പറയാണ്, നമുക്കൊക്കെ അറിയാവുന്ന ഈ ഗ്രൂപ്പിലെ 70% ആളുകൾക്കും പരിചയമുള്ള സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ 2 പേർ ഉൾപ്പെട്ട ഏതെങ്കിലും ലൈംഗിക അപവാദമോ ലൈംഗിക അതിക്രമമോ എന്നുള്ളതിനപ്പുറത്ത് ഇത് വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള ക്രൈമാണെന്ന് കോൺഗ്രസ് ഉൾക്കൊള്ളുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പണ്ടങ്ങനെ നടന്നില്ലേ, മുമ്പ് ഇങ്ങനെ നടന്നില്ലേ, ആ പാർട്ടി ഈ നടപടി എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞത് ന്യായീകരിച്ച് അതിനെ നോർമലൈസ് ചെയ്യുന്നത് ശരിയായ നടപടിയാണോ? നമ്മുടെ സമൂഹത്തെ കണക്കാക്കുമ്പോൾ CPM, കോൺഗ്രസ്, BJP ഒക്കെ വിടൂ. ഒരിക്കലുമില്ല. അഭിലാഷ്, ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ താങ്കൾ എറണാകുളത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. എറണാകുളത്ത് പാർട്ടിക്ക് CPM ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഗോപി കോട്ടപ്പുറയ്ക്കൽ എന്നാണ്. അദ്ദേഹത്തിൻ്റെ മുറിയിൽ, അദ്ദേഹത്തിൻ്റെ കട്ടിലിനടിയിൽ വെച്ച് ഒളിക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയത് ഞങ്ങളാരുമല്ലല്ലോ. അതേക്കുറിച്ച് എന്ത് നടപടിയാണ് എടുത്തത്? എന്ത് പാർട്ടി സംവിധാനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഞങ്ങൾ അതേക്കുറിച്ചൊന്നും പറയാൻ ആളല്ല. CPM ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നിലപാട് കേരളത്തിൽ ഇതുപോലെ നിലപാടെടുക്കുന്ന ഒരു പാർട്ടി അത് കോൺഗ്രസ് ആണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഞങ്ങൾ അതുമാത്രമല്ല പറഞ്ഞത്, ഇപ്പം താങ്കൾ പറഞ്ഞത് ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടതാണ്. ആരോപണം നടത്തുന്ന പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ, ആ സ്ത്രീക്കെതിരെ മോശമായി പറഞ്ഞാൽ പോലും നടപടി ഉണ്ടാകുമെന്ന് പറയാൻ ആർജവം കാട്ടിയതാരാ? കോൺഗ്രസ് പാർട്ടി. ഇപ്പോൾ നമ്മുടെ CPMന്റെ പ്രതിനിധിയുടെ പാർട്ടിയുടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നില്ല ആർഷോ ഞങ്ങൾക്കെതിരെയാണോ പറഞ്ഞത്? നിങ്ങളുടെ മുന്നണിയിൽപ്പെട്ട AISFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വനിതയോട് പറഞ്ഞതും ചെയ്തതും എന്താണ്? അതിൻ്റെ പേരിൽ നിങ്ങൾ എന്ത് നടപടിയെടുത്തത്? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ സ്വമേധയാ കേസെടുക്കാം, ഞങ്ങൾ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. അത് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ചെയ്യണം. അത് ലൈംഗിക പരാതിയാണെങ്കിലും അല്ലാത്ത പരാതിയാണെങ്കിലും ഭീഷണി പരാതിയാണെങ്കിലും സ്ത്രീകളോട് കാണിക്കുന്ന നെറികേടുകളെ കൃത്യമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകുവാൻ തയ്യാറാകണം എല്ലാ പാർട്ടികളും. അതിന് മാതൃകയാണ് കോൺഗ്രസ് എന്നാണ് ഞങ്ങൾക്ക് പറയാൻ. ഞങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ അല്ലെങ്കിൽ ഈ ആരോപണ വിധേയനായ വ്യക്തിയെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തി. ഇതിനേക്കാൾ വലിയ ശക്തിയായി ഞങ്ങൾ നടപടിയായി മുന്നോട്ട് പോകും. നിങ്ങൾക്ക് അതിനുള്ള ആർജവമുണ്ടോ? കാണിച്ചു തരണം.